ഇതേ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കല്യാണ വണ്ടി പോകും. ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞങ്ങൾ കൊൽക്കട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാങ്കാണ് ടാങ്ക്. ആ വണ്ടിക്ക് പോകാണ്ട് ആവില്ല. ഇവിടെ ഉണ്ട് കേട്ടോ, രണ്ട് സ്ഥലത്ത്. ഇതിൻ്റെ കണ്ട ഇതിന്റെ ടയർ നിയന്ത്രിക്കുന്ന ഇടയില്ലേ ഈ ഭാഗത്ത്. പിന്നെ അവരെ ആ വണ്ടിയുടെ ഇത് അത്രയും വലിയ സാധനമല്ലേ അത്. പിന്നെ ബംഗാളിലെ ഒരു പ്രൈവറ്റ് ബസ്സാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ബംഗാളിലെ ഒരു പ്രൈവറ്റ് ബസ്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. വെസ്റ്റ് ബംഗാളിന്റെ സർക്കാർ ബസ്സാണ് കേട്ടോ. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും. ഇതൊരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് ഭയങ്കര കുഴപ്പം. അത് മറ്റേ അല്ലേ അത്. ഇതിപ്പോ എവിടെ നിന്നിപ്പോ കൊൽക്കട്ടയില് ഇപ്പൊ സമയം ഏകദേശം 5:30 കഴിഞ്ഞല്ലോ. 5:40 5:37 ആയതിലും നോക്കറോ ഇരുട്ടായി, ഫുള്ള് ഇരുട്ട്. ഒരു 7:30 ആയ പോലെ ഉണ്ട്. 7 മണി 7:30 ആയ പോലെ ഉണ്ട്. ഫുള്ള് ഇരുട്ടായി. ഇതൊരു ലൈൻ ബസ്സാണ്, വെസ്റ്റ് ബംഗാളിലെ ലൈൻ ബസ്. ഫുള്ള് പരസ്യം, പാൻ മസാലിൻ്റെ പരസ്യം. നോക്കടാ നമ്മുടെ നാട്ടിലെ മഹാനവമി ആഘോഷം പോലെ എന്തോ ആണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ദുർഗാപൂജ വല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വരുന്ന വഴി ഒരുപാടൊന്നും കണ്ടിരുന്നു ഇതുപോലെ. ഞങ്ങൾ രാത്രി 7 മണിയോടുകൂടി കൊൽക്കട്ടയിലെത്തി. കൊൽക്കട്ടയിലുള്ള മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് നന്ദകുമാർ സാറിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട താമസ സൗകര്യം അവിടെ ഒരുക്കിയിരുന്നു. അവിടേക്കായിരുന്നു ഞങ്ങൾ പോയത്. അന്നവിടെ മലയാളി അസോസിയേഷൻ അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ഒരുപാട് മലയാളികളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവർ ഒരുക്കിയിരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. 2 ദിവസം ഞങ്ങൾ കൊൽക്കട്ടയിൽ തങ്ങാൻ തീരുമാനിച്ചു. രാവിലെ എഴുന്നേറ്റ് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് ഞങ്ങൾ കൊൽക്കട്ടയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാനായി ഇറങ്ങി. ഞങ്ങൾ ആദ്യം കാണാനായി പോയത് കൊൽക്കട്ടയിലെ പ്രശസ്തമായ വിക്ടോറിയ മെമ്മോറിയൽ കാണാനാണ്. ഞങ്ങളവിടെ എത്തി വീൽ ചെയറിൽ ഇറങ്ങി. ഞങ്ങൾ വീൽ ചെയറും തള്ളി അതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊൽക്കട്ടയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന
വലിയൊരു മാർബിൾ സ്മാരകമാണ് വിക്ടോറിയ മെമ്മോറിയൽ. 1876 മുതൽ 1901 വരെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. 1921 ഡിസംബറിലാണ് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്. 1947 ശേഷം സ്മാരകത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നാണ് പറയുന്നത്. പുറത്ത് മൈതാനത്ത് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാണ് കാണാൻ. ഈ കാണുന്നതാണ് ടാറ്റ സ്റ്റീൽ. സൂരജ് നമ്മളിങ്ങനെ പോകുന്ന പ്രധാന പൊതു ഇടങ്ങളിലൊക്കെ വീൽ ചെയർ കയറിപ്പോവാൻ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പരാതി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഫോട്ടോയും ഒക്കെ ഇട്ട് നമ്മൾ സ്മാരകത്തിനകത്തേക്ക് കയറി. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഇന്ത്യയുടെ പല പല ഭാഗങ്ങളുടെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ ആയുധങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് ആരാണ് ഏത് വർഷമാണ് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടുന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വട്ടം ചുറ്റുക. അല്ലടാ ഇങ്ങനെ 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 ഇട്ട് ഇങ്ങനെ ചുറ്റുക. ചുറ്റി 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 ചുറ്റി. വിക്ടോറിയ രാജ്ഞിയുടെ ഒരു മനോഹരമായൊരു പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. പണ്ടത്തെ നാട്ടുരാജാക്കന്മാർ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, വിവിധതരം വാളുകളും കുന്തം പോലുള്ള. വാരിക്കുന്നോ നോക്കത്, വാരിക്കുന്നതാ ഇതുകൊണ്ട് കുത്തി തിരിച്ചെടുക്കുമ്പോൾ തന്നെ കുടലും പണ്ടല്ല പുറത്തേക്ക് ഇടുന്നത്, അങ്ങനത്തെ രീതിയിൽ സംഭവം. ഈ ഒരു കസേര കണ്ടോ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആനക്കൊമ്പിലാണ്. ആനക്കൊമ്പിലുണ്ടാക്കിയൊരു കസേരയാണ്. യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സാധനം ഓരോ ഘട്ടം അല്ലേ. ഈ വാള് 1872 രാജസ്ഥാനിലെ ഭരിച്ചിരുന്ന ഒരു നാട്ടുരാജാവിൻ്റെ വാളാണ്. അതിൻ്റെ ആ പിടി, പച്ചപ്പിടി, അത് മരതകം കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ പഴയ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാന നായകന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പല മഹാന്മാരും ഉപയോഗിച്ച ഊന്നുവടി, പേന, അതൊക്കെ ഇവിടെ കാണാനുണ്ട്.
ഈ കാണുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈനികർ ഉപയോഗിച്ച ആയുധങ്ങളാണ്. തോക്ക്. ഞങ്ങളങ്ങനെ മ്യൂസിയം കണ്ട് തിരിച്ചിറങ്ങി അടുത്ത ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകാനായി. സൂരജിനൊരു വയ്യായിക, അവൻ റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ റൂമിലേക്ക് പോയി. ഞങ്ങൾ അടുത്തൊരു സ്ഥലം കൂടെ കണ്ടിട്ട്, ബേലൂർ മഠം, അതും കൂടെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. കൊൽക്കട്ടയിലെ നിരത്തിലൂടെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് റോഡ് തന്നെ, റോഡ് നിറച്ചും വണ്ടികളും. ട്രാഫിക് വളരെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നു. എവിടെയും ബ്ലോക്കൊന്നുമില്ല. എവിടെയും ബ്ലോക്കിൽപ്പെടാതെ വണ്ടി സ്മൂത്തായിട്ട് പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ ടാക്സികളുടെയും ഈ ബസ്സിൻ്റെയും ഹോർണടി, അതുമാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. വെറുതെ ഹോർണടിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യവുമില്ലാതെ. പണ്ടത്തെ ഈ പാട്ട ബസ് ഇപ്പോഴും ഇവിടെ ഒരുപാടുണ്ട് സർവീസ് നടത്തുന്നു. നഗരക്കാഴ്ചകളും കണ്ട് ഞങ്ങളങ്ങനെ ബേലൂർ മഠം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കായി. അടുത്തോട്ട് പോണ ഇതൊരു പഴയ കെട്ടിടം. ഇത് 1870 നിർമ്മിച്ചൊരു വിദ്യാഭ്യാസ കേന്ദ്രമാണ്. അങ്ങനെ ഔറ പാലത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊൽക്കട്ടയിലെ പ്രശസ്തമായ ഔറ പാലത്തിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൂഗ്ലി നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഒരു ഉരുക്ക് പാലമാണ്. 1943 ഈ പാലം കമ്മീഷൻ ചെയ്യപ്പെട്ടത്, ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. അന്നത്തെ കാലത്ത് എത്രമാത്രം വീതിയിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇരുവശത്തും ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള വഴി വേറെ. ഒരു 6 വരി പാതയുടെ വീതിയുണ്ട് ഈ പാലത്തിന്. ഓരോ കാഴ്ചക്കാരനെയും അതിശയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ഹൗറ പാലം. ഇന്നലെ രാത്രി ഈ ഹൗറ പാലം കടന്ന് തന്നെയാണ് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോയത്. രാത്രിയായത് കാരണം ഇതിൻ്റെ ഒരു ഭംഗി അന്നേരത്തെ കണ്ടിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 3ാമത് തവണയാണ് നമ്മൾ ഈ പാലം കടന്നു പോകുന്നത്. പഴയ ഹിന്ദി പടത്തിൻ്റെ ഒരു കാഴ്ച പോലെ നമുക്ക് തോന്നും. സൈക്കിൾ റിക്ഷകൾ. പഴയ കാലത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും കാഴ്ചകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബസ്
ബസ് വന്നിടത്തേക്കാണോ സൈക്കിൾ റിക്ഷകൾ. സൈക്കിൾ റിക്ഷ ചവിട്ടി പോകുന്ന ആൾക്കാർ. മെട്രോ അത് സഹിച്ചു എല്ലാവരും ഇതായി അഡിക്റ്റ് ചെയ്യുന്നത് ഇതായി. ഞങ്ങളങ്ങനെ നഗരക്കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ബേലൂർ മഠത്തിലെത്തി. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ പേരിൽ നിർമ്മിച്ച മഠമാണിത്. ഇപ്പോൾ ഇതൊരു വലിയൊരു ട്രസ്റ്റാണ്. ഇവിടെ പൂജയും പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവരൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അകത്ത് ക്യാമറ അലൗഡല്ല, അപ്പോൾ അകത്തെ കാഴ്ചകളൊന്നും കിട്ടിയില്ല. നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നു. അകത്തിരുന്ന് സൈലൻ്റായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്ത്രീകൾക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. അവരൊന്ന് കുറച്ച് ഒരു ഫോട്ടോ എടുത്ത് ചോദിച്ചു. ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഫോട്ടോ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് എന്നോട് താങ്ക് യു ദാദ എന്ന് പറഞ്ഞു. താങ്ക് യു ദാദ എന്ന് പറഞ്ഞപ്പോൾ അവർ താങ്ക് യു ദാദ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഗാംഗുലീനെ ഓർമ്മ വന്നത്. ഇവിടെയുള്ളവർ ഗാംഗുലീനെ ദാദ എന്നാണല്ലോ പറയാറ്. ഞങ്ങളങ്ങനെ തിരികെ റൂമിലെത്തി. അസോസിയേഷൻകാരുടെ മൈക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ഞങ്ങൾ പാട്ടൊക്കെ പാടി. വീണ്ടും ഉയരാൻ പാടിയലയാൻ ആര് ചിറകേകുവാൻ, വീണ്ടും ഉയരാൻ പാടിയലയാൻ ആര് വീടെടുക്കരുത്. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, തേന്മഴ തൂകാനുൾ കുളിർപ്പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി. അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി, ഇമകളെന്തു ഭംഗി ഇവളുടെ ഹവിളിനെന്തു കാന്തി, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങിയിറങ്ങി അടുത്ത സ്ഥലത്തേക്ക്. കൊൽക്കട്ടയിൽ ഇനിയും ഒരുപാട് കാണാനുണ്ട്. പക്ഷേ ഞങ്ങൾ കൊൽക്കട്ടയിൽ ഇനി 2 ദിവസം നിന്നു. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിഞ്ഞു. അസോസിയേഷൻ അംഗങ്ങളുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഞാനെഴുതിയ അയനം അതിജീവനത്തിൻ്റെ സഞ്ചാരപഥങ്ങൾ എന്ന പുസ്തകം അവർക്ക് സമ്മാനമായി നൽകി. സമയം ഇപ്പോൾ 6:40 സൂര്യനിങ്ങനെ ഉദിച്ചു. വൈകുന്നേരം വളരെ പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുകയും അതിരാവിലെ തന്നെ സൂര്യൻ ഉദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം. നേരവും കാലവും എല്ലാം മാറി മറിയുന്ന ഒരു യാത്ര. കൽക്കട്ടയുടെ നഗരത്തിൽ നിന്ന് മാറി പുറത്തെത്തിയപ്പോൾ പ്രൗഢിയുടെ പുതുമയുള്ള സിറ്റിയും നമുക്ക് കാണാം. അല്ല, അതിന്റെ മുകളിൽ നോക്കാം. ബിൽഡിങ്ങിന്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ട് മരം നിന്നിട്ട് അതൊരു സംഭവം. In 200 meters, join with Bangau, Kulpi Road, Biswa Bangla Sarani. ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഈ പാനിപ്പത്ത് യുദ്ധത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ പാനിപ്പത്ത് യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ്. രാവിലത്തെ ചായ കുടിക്കാനായി നിർത്തിയതാണ്. അങ്ങനെ മണ്ണിൻ്റെ ഗ്ലാസ്സിൽ ചായ. യാത്രയിലെ കൂടുതൽ വിശേഷങ്ങൾ
അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. ഓക്കെ.